റാഗിംഗ് കേസുകളിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് ചാണ്ടി ഉമ്മൻ MLA നിരാഹാര സമരം ആരംഭിച്ചു. കോട്ടയം തിരുനക്കരയിലാണ് അദ്ദേഹത്തിന് നിരാഹാര സമരം. എൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും ചേരുന്നു. ടോബി, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും റാഗിംഗ് വിഷയം കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിംഗ് അത് വലിയൊരു പ്രതിഷേധവും പ്രക്ഷോഭവുമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം തന്നെ, പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ശക്തമായിട്ടുള്ള മാർച്ച് ഈ ഗവൺമെന്റ് കോളേജിലേക്ക് നടന്നു. അതിനുശേഷം ഇപ്പോൾ ആ മാർച്ചിനെതിരെ പോലീസ് സ്വീകരിച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഒരു ദിവസത്തെ നിരാഹാരം ഇരിക്കുന്നത്. ഉപവാസ സമരമാണ്. അദ്ദേഹം രാവിലെ കൃത്യം 10 മണിയോടുകൂടി തന്നെ ആ സമരം ആരംഭിച്ചു. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആന്റോ ആന്റണി MP, DCC പ്രസിഡന്റ് നാട്ടക സുരേഷ് തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ എല്ലാവരും ഉണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് പൂക്കോട് വെറ്റിനറി കോളേജിലെ റാഗിങ്ങിനിരയായി മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ ഓർമ്മ ദിവസം കൂടിയാണ്. ഇതും കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റാഗിങ്ങുകൾ ഇനി ഉണ്ടാകരുത് എന്നൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഈ ഉപവാസം ഇരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഈ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും അനാസ്ഥയുണ്ട്. അതായത് പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ പ്രതികരിക്കുന്നില്ല എന്നടക്കമുള്ള ഒരു കാര്യം അവർ ഇന്നലെ പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കണം. ഒപ്പം തന്നെ ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഉണ്ടാകരുത്, ഇനിയും ആവർത്തിക്കരുതെന്നുള്ള ഒരു മുദ്രാവാക്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഈ ഒരു ദിവസം ഉപവസിക്കുന്നത്. എന്തായാലും എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുമുണ്ട്. SK. ഓക്കെ, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്.